നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല, ചിത്രീകരണം നിർത്തിവെക്കും. ഈ സമരം പ്രഖ്യാപിച്ചത് പ്രശസ്ത സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാറാണ്. മലയാള സിനിമയിലെ താരങ്ങൾ കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്നത് നിർത്തലാക്കണമെന്നാണ് സുരേഷ് കുമാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളെ ഒഴിവാക്കി ചിത്രങ്ങൾ നിർമ്മിക്കൂ, അതെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റൂ, ബോക്സ് ഓഫീസിൽ 100 കോടിയും 500 കോടിയും നേടട്ടെ. അതിനുള്ള ചങ്കൂറ്റ നിർമ്മാതാക്കൾക്കുണ്ടോ? മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. രണ്ടുപേർക്കും 10 കോടിക്ക് മുകളിലാണ് ഒരു സിനിമയുടെ പ്രതിഫലം. എന്നാൽ മറ്റു ഭാഷാ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താൽ ഇതൊരു വലിയ തുകയല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുളച്ചു പൊങ്ങിയവരല്ല മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ. എത്രയോ വർഷത്തെ ആത്മസമർപ്പണമാണ് അവരുടെയൊക്കെ കലാജീവിതം. അപ്പോൾ ഇവർ വാങ്ങുന്ന പ്രതിഫല തുക സത്യത്തിൽ അർഹിക്കുന്നത് തന്നെയാണ്. നല്ല താരങ്ങളെ അണിനിരത്തി നല്ല സിനിമകൾ നിർമ്മിച്ചാൽ തിയേറ്ററുകളിൽ നിന്നും നേടുന്ന ലാഭം നിർമ്മാണ തുകയുടെ 4ഉം 5ഉം ഇരട്ടിയിൽ അധികമാണ്. സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാറും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം എത്രയോ വർഷങ്ങൾ മുൻപുള്ളതാണ്. പക്ഷേ ആന്റണി പെരുമ്പാവൂരിന്റെ നെഞ്ചത്ത് കയറാൻ നോക്കണ്ട എന്ന് മോഹൻലാൽ സുരേഷ് കുമാറിനോട് തീർത്തു പറഞ്ഞു. അത്രയധികം മോഹൻലാലിന്റെ വിശ്വസ്തനാണ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാലിന് 100% സപ്പോർട്ടുമായി മമ്മൂട്ടിയും ഒപ്പം തന്നെയുണ്ട്. ഇതിനിടയിൽ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുകയാണ്. താരങ്ങൾ ഉയർന്ന പ്രതിഫലം വാങ്ങുന്നത് കൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛമായ കൂലിയാണെന്നാണ് ഇവരുടെ അഭിപ്രായം. എന്തായാലും ആന്റണി പെരുമ്പാവൂർ തുടങ്ങി വെച്ച വിവാദം സുരേഷ് കുമാറിലൂടെ കത്തിപ്പടർന്ന് മലയാള സിനിമാ രംഗത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. താരങ്ങളുടെ സംഘടനയായ അമ്മ നാഥനില്ല കളരിയായിട്ട് മാസങ്ങൾ കഴിയുന്നു. ഇനി ഇതിന്റെ മറ്റൊരു വശം, സിനിമാ വ്യവസായത്തിൽ പടം പൊട്ടിയാൽ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നത് നിർമ്മാതാവിന് മാത്രമാണ്. സിനിമയിൽ പണം മുടക്കി കുത്തുവാളയെടുത്ത നിരവധി നിർമ്മാതാക്കളുണ്ട്. 10ഓളം സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച പ്രശസ്തനായ ഒരു നിർമ്മാതാവ് പിന്നീടുള്ള സിനിമകൾ ഒന്നൊന്നായി പരാജയപ്പെട്ട അവസാനം ചായക്കട നടത്തേണ്ട അവസ്ഥയിലെത്തിയത് നമുക്കേവർക്കും അറിയാം. മലയാള സിനിമയിലെ മറ്റൊരു മാറ്റമാണ് സൂപ്പർ താരങ്ങൾ നിർമ്മാതാക്കൾ ആകുന്നു എന്നുള്ളത്. അവർ ഈ മേഖലയിൽ അതിശക്തരുമാണ്. മലയാള സിനിമയിൽ ആര് എങ്ങനെ നീങ്ങണമെന്ന് തീരുമാനിക്കുന്ന വൻ ശക്തിയായി അവർ മാറിക്കഴിഞ്ഞു. മലയാളത്തിന്റെ മഹാനടനായിരുന്ന തിലകന്റെ ദുരനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഒരു സിനിമയുടെ മുഴുവൻ സമർപ്പണവും സഹിക്കുന്ന സംവിധായകനെ ഒരു സൂപ്പർ താരം വാങ്ങുന്ന പ്രതിഫലത്തിന്റെ 1/4 പോലും ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. തർക്കങ്ങൾ മുറുകുന്നു. ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽക്ക് സിനിമ നിർമ്മിച്ചു തുടങ്ങിയ ആളാണ് താനെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുമ്പോൾ, സുരേഷ് കുമാറിന്റെ മകളും സിനിമാ താരവുമായ കീർത്തി സുരേഷ് പ്രതിഫലം കുറച്ച് അഭിനയിക്കുമോ എന്നതാണ് ശാന്തിവിള ദിനേശൻ ചോദിക്കുന്നത്. എന്തായാലും പരസ്പരം ചെളിവാരി എറിയുന്ന സിനിമാ മേഖലയിലുള്ളവർ ഒന്നോർക്കണം, പ്രേക്ഷകരാണ് നിങ്ങളെ നിലനിർത്തുന്നത്. അവരുടെ അധ്വാന ഭാഗത്തിന്റെ അംശമാണ് നിങ്ങൾ അനുഭവിക്കുന്ന സർവ്വ ആഡംബരങ്ങളും. അതുകൊണ്ട് ഈ തർക്കങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിച്ച് മലയാള സിനിമാ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഞാൻ ഇനി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല എന്ന് ഒരു 15 മുതൽ 20% വരെ സിനിമാ പ്രേമികൾ തീരുമാനിച്ചാൽ കഴിഞ്ഞു താരപദവിയും നിർമ്മാതാക്കളുടെ ആഡംബര ജീവിതവും ഒക്കെ. ജാഗ്രതയായി.